അര കപ്പ് മൈദാമാവ്, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, പിന്നെ വരിക്കച്ചക്കയാണ് ഇത് എടുത്തിരിക്കുന്നത്. ഒരു 5 ചുളയുണ്ട്. പിന്നെ ഇത് നമുക്ക് വരിക്കച്ചക്ക അരച്ചുകൊണ്ട് വരാം. അപ്പോഴത്തേക്ക് ഈ മൈദാമാവും ഈ അരിപ്പൊടിയും ചേർത്ത് വയ്ക്കാം. ഇപ്പോൾ നമ്മൾ ചക്ക പേസ്റ്റ് പോലെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിങ്ങോട്ട് വയ്ക്കാം. അപ്പോൾ നമ്മൾ ഈ അരിപ്പൊടിയും മൈദാമാവും കൂടെ ചേർത്ത് വെച്ചില്ലേ, അതിൻ്റെ അകത്ത് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പ് മതി. ഇത് വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ ചക്കയുടെ മിക്സ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാരയോ ശർക്കരയോ വേണമെന്നുള്ളവർക്ക് ചേർക്കാം. ചേർത്താൽ കുറേ കൂടി മധുരം കാണും. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു നുള്ളു സോഡാപ്പൊടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 1 സ്പൂൺ വെള്ളം ഒഴിച്ച് ചെറുതായിട്ട്, അത് തിളപ്പിച്ചാറിയ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ചെറുതായിട്ടൊന്ന് കലക്കി ഇതിലേക്ക് ഒഴിച്ച് എല്ലായിടവും കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഈ സോഡാപ്പൊടി കലക്കിയ വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഇത് ഈ പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് ഇച്ചിരി ഏലക്കായ്പ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു ഏലക്കായ്പ്പൊടി, 1/2 ടീസ്പൂൺ എള്ള്, കറുത്ത എള്ള്. അപ്പോൾ ഞാനൊരു അപ്പച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചൂടായ എണ്ണയിലേക്ക് ഇതിൽ ഓരോ സ്പൂൺ കോരി നമുക്ക് ഒഴിക്കാം. ഈ പരുവത്തിലാണ് നമ്മളിത് എടുക്കുന്നത്. ഇതിന് കൂടുതൽ വെള്ളമൊന്നും ചേർക്കില്ല. ഇത് ആ ചക്കയുടെ വെള്ളം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ തിരിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കൂടുതൽ നേരമൊന്നും ഇതിലിട്ടിരിക്കണ്ട. പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ചക്കയുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. പഞ്ചസാരയും ശർക്കരയും ഒന്നും ചേർത്തിട്ടില്ല. അത് ആവശ്യമുള്ളവർക്ക് ചേർക്കാം. അപ്പോഴെല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിൻ്റെ അകമൊക്കെ നല്ല സോഫ്റ്റാണ്. ഇതുപോലെ നല്ല സ്പോഞ്ചാണ്. നല്ല മയമാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ചക്ക ഉള്ളവർ. ഇത് വരിക്കച്ചക്കയാണ് എടുത്തിരിക്കുന്നത്.